ഇപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധ ഡോക്ടർ എൽസി ഉമ്മൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി എൽസി ഉമ്മൻ, ഞാനിപ്പോൾ പറയുമായിരുന്നു, നമുക്ക് ഓരോ സംഭവവും മാധ്യമങ്ങളൊക്കെ സംബന്ധിച്ച് ഒരു മരണം നടക്കുമ്പോൾ, ഒരു ആത്മഹത്യ നടക്കുമ്പോൾ അത് ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മളൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മൾ സാമൂഹ്യമായി ആരോഗ്യ സൂചികയെ പറ്റിയൊക്കെ എപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട്, കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യത്തെപ്പറ്റി. പക്ഷെ അവിടെ മാനസികാരോഗ്യ സൂചിക നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് അറിയാതെ, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ മറികടക്കാനാവില്ല എന്ന് ഉറപ്പിച്ചാണ് ജീവൻ കളയാമെന്ന് തീരുമാനിക്കുന്നത്. ആ വിഷയത്തിലേക്ക് സമൂഹം എന്ന നിലയ്ക്ക്, സർക്കാർ എന്ന നിലയ്ക്ക്, സംവിധാനം എന്ന നിലയ്ക്കൊക്കെ നമ്മുടെ ശ്രദ്ധ വേണ്ട വിധത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പതിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം അതിനെക്കുറിച്ച് പറയാനായിട്ട്. കാരണം നമുക്കിപ്പോൾ ഒരു വയറുവേദന വരുമ്പോൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണണമെന്ന് അറിയാം, അല്ലെങ്കിൽ ഈ തലവേദന വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെയാണ് ആശ്രയിക്കാറ്, നേരെ ന്യൂറോളജിസ്റ്റിനെയാണ് കാണുന്നത്. അതേപോലെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വൈകാരിക പ്രശ്നം വന്നാൽ, അതിനെ ആരെ കാണണമെന്ന് പോലും നമ്മുടെ പൊതുജനത്തിന് അറിഞ്ഞുകൂടാ എന്നുള്ളൊരു വസ്തുതയാണ്. ആരെങ്കിലും തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ ആരെങ്കിലും കാണണമെന്ന് പറഞ്ഞാൽ പോലും, നിനക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, അത് സാരമില്ല, നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ, ധൈര്യമായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള പൊള്ള വചനങ്ങളൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് വിടുകയാണ് പതിവ്. ഇപ്പോഴും ഒരു മാനസിക പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് ചിലരെങ്കിലും അവമതിപ്പോടെയാണ് കാണുന്നത്. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇത്രയേറെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനും തൽഫലമായിട്ട് ആത്മഹത്യ പോലെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുവാനുള്ള കാരണം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെത് 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്, ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന NCRBയുടെ ഒരു കണക്ക് പ്രകാരം. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, ആളുകൾക്ക് പ്രത്യേകിച്ച് പൊതുജനത്തിന് ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ബേസിക് ജ്ഞാനം പോലുമില്ല. അവിടെയാണ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സർക്കാരിനും ഒക്കെയുമുള്ളൊരു ചുമതലയുള്ളത്. കാരണം ഇതൊരു സാധാരണ പോലെ തന്നെ, അതായത് തലച്ചോറ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, മറ്റൊരു ഭാഗവുമല്ല. അപ്പൊ ഈ തലച്ചോറിന്റെ ഭാഗമായ ശരീരത്തിന്റെ ഭാഗമായ തലച്ചോറിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തക്ക കാരണമുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനക്ഷമതയുടെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇന്ന ഡോക്ടറെ കാണണം എന്നുള്ള ഒരു കുറഞ്ഞ പക്ഷ ഒരു പൊതു അറിവെങ്കിലും എല്ലാവർക്കും നേടിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് മാനസികാരോഗ്യ സാക്ഷരത നമ്മുടെ സ്കൂൾ തലം മുതൽ പഠിപ്പിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നത്. നമ്മുടെ ഒരു പാഠ്യ വിഷയമാക്കി തന്നെ അതെടുത്ത് കുട്ടികളെ ചെറിയ പ്രായത്തിൽ മുതൽ തന്നെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും, റെസീലിയൻസ്, അവർക്ക് ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അതിനെ പൊരുതി ജയിക്കണമെന്നും, തോൽവി വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടണമെന്നും, വൈകാരിക വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വൈകാരിക പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും, അഥവാ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ അതിന് എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക, അല്ലെങ്കിൽ എക്സ്പെർട്ടൈസുള്ള ആളുകളുടെ സേവനം തേടുക എന്നുള്ള ഒരു സാമാന്യ ബോധവൽക്കരണം നമ്മൾ നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ എല്ലാവരും ചേർന്ന് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളെ മറികടന്ന്, നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഒരുവിധം നല്ല നിലയിൽ തന്നെയാണ് കേരളം പോകുന്നത്. അതേപോലെ തന്നെ മാനസിക ആരോഗ്യ നിലയും അതേ രീതിയിൽ മുന്നിട്ട് വരണം എങ്കിൽ ഈ തരത്തിൽ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ആളുകളെ അഭ്യസിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നതും ക്വാളിഫൈഡ് അല്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 3 മാസം ഒരു കൗൺസിലിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ പഠിച്ച് മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മുടെ സമൂഹത്തിൽ മുക്കിനും മൂലയിലും ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാട് പേര് ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മതത്തിന്റെ മറവിൽ, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ മറവിൽ ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെയും മാനസിക നില തകർന്നു പോയിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്ത് അവരുടെ സാമ്പത്തിക ലാഭത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് ഈ തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു തടയിടൽ വളരെയധികം ആവശ്യമാണ്. എത്ര പേർക്ക് ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് എന്നുള്ളൊരു കണക്ക് ഗവൺമെന്റ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ പോലും മാനസിക രോഗത്തിന്റെ എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും അഡ്രസ് ചെയ്യാതെ, അല്ലെങ്കിൽ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവർ പോലും ഇത് കൈകാര്യം ചെയ്ത് പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഈ ഒരു മേഖലയിൽ നമ്മൾ അധപതിച്ചിരിക്കുന്നു എന്നുള്ളത് റിയലൈസേഷൻ വേണം. അപ്പോൾ ആ തരത്തിൽ ഈ ഒരു തടയിടലും ആവശ്യമാണ്. അങ്ങനെ നമ്മൾ സമഗ്രമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇനിയും വരുന്ന ഒരു വർഷങ്ങളിൽ എങ്കിലും ഇതിന്റെ ഒരു റേറ്റിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ശരി, ഡോക്ടർ CG ജോൺ കൂടി ചേരുന്നുണ്ട്. ഈ രംഗത്തെ മുതിർന്ന ഒരു ആരോഗ്യ വിദഗ്ധനാണ് അദ്ദേഹം. ഡോക്ടർ CG ജോൺ,
നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക്, ഞാൻ ഡോക്ടർ എൽസിയോടും അത് തന്നെ പറയുമായിരുന്നു, ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പൊതുജന ആരോഗ്യത്തെ പറ്റിയൊക്കെ അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷേ ഈ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്നല്ല. സംവിധാനങ്ങളുണ്ട്, നമുക്ക് ഓൺലൈൻ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് എത്ര കണ്ട ആളുകളിലേക്ക് എത്തുന്നുണ്ട്? ഒപ്പം മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് ഒരു സ്വയം വിമർശനമായി പറഞ്ഞാൽ നമ്മൾ വെർദർ എഫക്റ്റിനെ പറ്റിയൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ആത്മഹത്യ ചെയ്യുന്നു, അതിന് പിന്തുടർച്ചയായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് സമാനമായ രീതിയിൽ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളുടെയൊക്കെ ആത്മഹത്യ കാണുന്നു. ഇതെപ്പോഴും സംഭവിക്കുന്നുമുണ്ട്. നമ്മുടെ മാനസികാരോഗ്യത്തെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ, അതിൽ നിന്ന് ഈ ആത്മഹത്യ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒക്കെ നമുക്ക് എവിടെയൊക്കെയോ വീഴ്ച സംഭവിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇതിലൊരു സമഗ്രമായിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ് വേണ്ടത്. ഇപ്പൊ മാധ്യമങ്ങളുടെ പങ്കിനെ കുറിച്ചിട്ട് സൂചിപ്പിച്ചു. മാധ്യമങ്ങൾ എങ്ങനെയാണ് ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ലോകാരോഗ്യ സംഘടനയുടെ മാർഗരേഖകളുണ്ട്, ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ മാർഗരേഖകളുണ്ട്. പക്ഷെ അത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല. കാരണം പലപ്പോഴും ഒരു ആത്മഹത്യ വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിയുടെ ആത്മഹത്യയൊക്കെ ആണെങ്കിൽ അത് വല്ലാതെ ആഘോഷിക്കപ്പെടുകയും ഏതാണ്ട് സമാനമായിട്ടുള്ള ദുഃഖങ്ങളിൽ പോകുന്ന ആളുകൾ കോപ്പി കാറ്റ് സൂയിസൈഡ്സിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തലം നമ്മൾ നോക്കേണ്ടത്, ഒന്ന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 2020 24,24,000 ക്രമാനുഗതമായിട്ട് ഓരോ വർഷവും 2 എന്ന നിരക്കിൽ ഇത് വർദ്ധിച്ചാണ് ഇപ്പൊ 2023 ഏറ്റവും അവസാനത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൽ 30.6 ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം ഓരോ വർഷവും 2 ആളുകൾ, 1,00,000 പേരിൽ 2 ആളുകൾ കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ക്രമാനുഗതമായിട്ടുള്ള ഒരു വർധനവിനെ നമ്മൾ ഗൗരവമായിട്ട് കണക്കാക്കണം. എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. എന്തൊക്കെയാവാം ഇത്? ഒന്ന്, എല്ലാവരും പറയുന്നുണ്ട് ലഹരി മരുന്നുകളുടെ വ്യാപനം ഈ ആത്മഹത്യാ നിരക്കിൽ ഒരു സ്വാധീനം ചെലുത്താൻ ഇടയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഗവേഷണ പഠനങ്ങൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പരാതിയില്ല. രണ്ടാമത്തെ പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ഈ സൈബർ മീഡിയയുടെയൊക്കെ സാന്നിധ്യം വന്നതോടുകൂടിയിട്ട് നമ്മളൊരു അസോഷ്യൽ സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ആളുകളുമായിട്ട് ഇടപെടുക, മിണ്ടുക, പറയുക, പരസ്പരം സന്തോഷം അറിയാതിരിക്കുക, സങ്കടം അറിയാതിരിക്കുക, മാറ്റങ്ങൾ അറിയാതിരിക്കുക, ഈ തരത്തിലേക്ക് നമ്മൾ ഈ സൈബർ ലോകത്ത് ചുരുങ്ങി പോകുന്നുണ്ട്. ആ ചുരുങ്ങി പോകുമ്പോൾ തിരിച്ചറിയൽ എന്ന് പറയുന്നത്, ഒരാൾ ഒരു വിഷമത്തിൽ കൂടെ കടന്നു പോകുന്നു, ആത്മഹത്യാ ചിന്തയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നത്, അതിന്റെ തിരിച്ചറിയലിന് ഒരുപാട് കോട്ടങ്ങൾ വരുന്നുണ്ട്. ഇവിടെയാണ് ഒരുപക്ഷെ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ എന്നുള്ള ഒരു സങ്കല്പത്തിന് വലിയ പ്രസക്തി വരുന്നുണ്ട്. ഇത് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, തിരിച്ചറിയണം. നമ്മൾ ഉൾക്കണ്ണുകൾ തുറന്ന് നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾ, സഹപ്രവർത്തകയാകാം, സഹപ്രവർത്തനാകാം, കുടുംബാംഗങ്ങളാവാം, സഹപാഠിയാവാം, ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന വിഷാദത്തിന്റെ സൂചനകൾ, ഉൾവലിയൽ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തയുടെ ഭാവങ്ങൾ, ഇതൊക്കെ തിരിച്ചറിഞ്ഞ്, എന്നിട്ട് സോഷ്യൽ മീഡിയ പോലും ഈ കാലത്ത് ആളുകൾ ആത്മഹത്യാ ചിന്തകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് ലൈക്ക് അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ആരും ചോദിക്കാറില്ല എന്താണ് നിന്റെ വിഷമം. അപ്പൊ രണ്ടാമത്തെ ഘട്ടം നമ്മൾ തിരിച്ചറിഞ്ഞ ശേഷം ലിസനാണ്. എന്താണെന്ന് ചോദിക്കുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ മടിക്കേണ്ട കാര്യമില്ല. പണ്ടത്തെ സ്റ്റിഗ്മയുടെ ആവശ്യമൊന്നുമില്ല. മറ്റേത് രോഗവും പോലെ തന്നെയാണ് മാനസികാരോഗ്യം ഇല്ലെങ്കിൽ ഒരാരോഗ്യമില്ല, ശാരീരിക ആരോഗ്യമില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ വിഷാദത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ 1 വർഷത്തിനകം അയാൾക്ക് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരും. അതുകൊണ്ട് അത് മടിക്കാതെ ചെയ്യുക. മൂന്നാമത്തെ തലം ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും ചിലപ്പോൾ ഒരു സാമൂഹിക പ്രവർത്തനവുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അതിന് പരിഹാരമുള്ള സംവിധാനങ്ങളുമായിട്ട് കണ്ടിയേർക്കേണ്ടി വരും.